റോമൻ സാമ്രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ തീരദേശത്തേക്ക് ഒഴുകുന്നു എന്ന് റോമൻ സെനറ്റിൽ പ്ലിനി എന്ന ചരിത്രകാരൻ വിലപിച്ചൊരു കാലമുണ്ടായിരുന്നു. അതും ആയുധങ്ങൾക്കോ പുതിയ സാങ്കേതിക വിദ്യയ്ക്കോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് കുരുമുളക് എന്ന കറുത്ത പൊന്നിനു വേണ്ടി. ഒരു വർഷം റോമിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയത് 5 കോടി സെസ്റ്റർസസ് എന്ന റോമൻ സ്വർണ്ണ നാണയങ്ങളാണ്. ഇന്നത്തെ കണക്കിൽ ശതകോടികളുടെ ഭീമമായ ട്രേഡ് ഡെഫിസിറ്റ്. എങ്ങനെയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് കേരളം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര ബിന്ദുവായത്? ആഗോളവത്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്നത് 20ാം നൂറ്റാണ്ടിലെ ഒരു സാമ്പത്തിക പ്രതിഭാസമാണെന്നാണ് നാം കരുതുന്നത്. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂരിലെ മുസിരീസ് എന്ന തുറമുഖം കൈകാര്യം ചെയ്തിരുന്നത് ഇന്നത്തെ പല ആധുനിക പോർട്ടുകളേക്കാൾ സങ്കീർണമായ അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരമായിരുന്നു. സാങ്കേതിക വിദ്യകളില്ലാത്തൊരു പ്രാദേശിക കാർഷിക സമൂഹം എങ്ങനെയാണ് ഇത്രയും കൃത്യമായ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ നിർമ്മിച്ചെടുത്തത്? ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം. 1ാം നൂറ്റാണ്ട് റോമൻ സാമ്രാജ്യം അതിന്റെ സാമ്പത്തിക പ്രതാപത്തിന്റെ കൊടുമുടിയിലാണ്. ചൈനയിൽ അതിശക്തരായ ഹാൻ രാജവംശം. ഇവർക്കിടയിൽ അറബിക്കടലിന്റെ തീരത്ത് ഒരു സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റായി കേരളം നിലകൊണ്ടു. അക്കാലത്തെ ഇന്റർനെറ്റ് എന്ന് പറയാവുന്ന സ്പൈസ് റൂട്ടിന്റെ പ്രധാന സെർവർ ഹബ് കേരളമായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള കപ്പലുകൾ റോമൻ സ്വർണവും വൈനും ചൈനീസ് പട്ടും പവിഴങ്ങളുമായി കേരളത്തിന്റെ തീരങ്ങളിലെത്തി. പകരം അവർ കൊണ്ടുപോയത് സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഈ വ്യാപാര ശൃംഖല വെറും ഒരു കച്ചവടമായിരുന്നില്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സാമ്പത്തിക സിസ്റ്റമായിരുന്നു. നമുക്ക് അത് പരിശോധിക്കാം. ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആൻഡ് ക്ലൈമറ്റ്. ഹിപ്പാലിസ് എന്ന നാവികൻ മൺസൂൺ കാറ്റുകളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കിയതോടെ ഗ്ലോബൽ ട്രേഡിന്റെ വേഗത മാറിമറിഞ്ഞു. ഈജിപ്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ സമയം വർഷങ്ങളിൽ നിന്ന് വെറും 40 ദിവസമായി ചുരുങ്ങി. കാറ്റിന്റെ ഗതി നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും അതിനെ ഒരു സാമ്പത്തിക ടൂളാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചേര രാജാക്കന്മാർ ഒരുക്കിയ ഫ്രീ ട്രേഡ് സോൺസ് ആയിരുന്നു ഇതിന്റെ അടിസ്ഥാനം. വിദേശ വ്യാപാരികൾക്ക് സുരക്ഷ, കുറഞ്ഞ നികുതി, മതസ്വാതന്ത്ര്യം എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ട് സർക്കാർ ഒരു സുരക്ഷിതമായ വിപണി സൃഷ്ടിച്ചു. റോമൻ സൈനികരെ വരെ മുസിരീസിൽ കാവലിനായി നിയോഗിച്ചിരുന്നു എന്ന് ചില ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. 5 വെണ്ണം, മണിഗ്രാമം തുടങ്ങിയ വ്യാപാര ഗിൽഡുകൾ. ഇന്നത്തെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളെ പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. സ്വന്തമായി സൈന്യവും നിയമവ്യവസ്ഥയും ടാക്സ് പിരിക്കാനുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നു. ഇതിന്റെ സാമ്പത്തിക താല്പര്യം വളരെ ലളിതമായിരുന്നു. ആർബിട്രേജ്. കേരളത്തിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഈജിപ്ത് വഴി യൂറോപ്പിലെത്തുമ്പോൾ വില 100 ഇരട്ടിയോളമാകും. ഈ ലാഭമായിരുന്നു ഗ്ലോബൽ ട്രേഡിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഏതൊരു വലിയ സാമ്പത്തിക വ്യവസ്ഥയിലും സംഭവിക്കുന്നത് പോലെ ഈ വിതരണ ശൃംഖലയുടെ നിയന്ത്രണത്തിന് വേണ്ടിയായി പിന്നീട് ലോകശക്തികളുടെ പോരാട്ടം. കരവഴിയുള്ള സിൽക്ക് റൂട്ട് വ്യാപാരം അറബികളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇത് മറികടക്കാൻ റോമാക്കാർ ചെങ്കടൽ വഴി നേരിട്ട് കേരളത്തിലേക്ക് കപ്പലുകൾ അയച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര വ്യവസ്ഥിതി തകർത്ത് തോക്കുകളുടെയും പീരങ്കികളുടെയും ബലത്തിൽ ഒരു കുത്തക സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. വാസ്കോ ഡ ഗാമയുടെ വരവോടെ സമാധാനപരമായ വ്യാപാരം ഒരു സൈനിക അധിനിവേശമായി മാറി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിന്റെ ശക്തി സുഗന്ധവ്യഞ്ജനങ്ങളിൽ മാത്രമായിരുന്നില്ല, മറിച്ച് ആ വ്യാപാരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിയന്ത്രിക്കുന്നതിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ചൊരു വികേന്ദ്രീകൃത വിപണിയായി കേരളം പ്രവർത്തിച്ചു. എന്നാൽ പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ആ സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ സൈനികമായി പിടിച്ചെടുത്തപ്പോൾ സാമ്പത്തിക നിയന്ത്രണം കേരളത്തിന് നഷ്ടപ്പെട്ടു. കുരുമുളക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വിൽക്കാനുള്ള സിസ്റ്റം അവരുടെ കൈകളിലായി. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തെ മാത്രമല്ല ബാധിച്ചത്. കേരളത്തിൽ നിന്നുള്ള വ്യാപാര ലാഭം യൂറോപ്യൻ സാമ്രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു കാരണമായി. അത് പിന്നീട് ഇന്ത്യയുടെയും ഏഷ്യയുടെയും കോളനിവൽക്കരണത്തിലേക്ക് നയിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രം ഏഷ്യയിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു സപ്ലൈ ചെയിൻ തകർന്നപ്പോൾ ഒരു ഭൂഖണ്ഡത്തിന്റെ തലവര തന്നെ മാറിമറിഞ്ഞു. പുരാതന കാലത്തെ ഈ സിസ്റ്റം മനസ്സിലാക്കുന്നത് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. വരും ഭാവിയിൽ പുതിയ സ്പൈസ് റൂട്ടുകൾ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പോലെയുള്ള പുതിയ സ്ട്രാറ്റജിക് പ്രോജക്റ്റുകൾ ഈ പുരാതന വ്യാപാര പാതകളുടെ ആധുനിക പതിപ്പുകളാണ്. സപ്ലൈ ചെയിൻ സുരക്ഷയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2. വിഴിഞ്ഞം പോർട്ട്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിനോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം പോർട്ട് പൂർണ്ണ സജ്ജമാകുന്നതോടെ സമുദ്ര വ്യാപാരത്തിൽ കേരളത്തിന് നഷ്ടപ്പെട്ട ആ സ്ട്രാറ്റജിക് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് തിരികെ പിടിക്കാൻ സാധിച്ചേക്കും. ഡേറ്റ എന്ന പുതിയ കുരുമുളക്. അന്ന് സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഡേറ്റയും സെമി കണ്ടക്ടറുകളുമാണ് പുതിയ ബ്ലാക്ക് ഗോൾഡ്. അന്നും ഇന്നും സപ്ലൈ ചെയിൻ നിയന്ത്രിക്കുന്നവർ തന്നെ ലോകം ഭരിക്കും. അധികാരം എന്നത് നിങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിൽ മാത്രമല്ല, ആ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന നെറ്റ്വർക്കുകളെ ആര് നിയന്ത്രിക്കുന്നു എന്നതിലാണ്. പുരാതന കേരളം ആ നെറ്റ്വർക്കിന്റെ മാസ്റ്റർമാരായിരുന്നു. ഇന്നത്തെ ലോകത്ത് അമേരിക്കയും ചൈനയും ഉൾപ്പെടുന്ന വൻകിട രാജ്യങ്ങളും കോർപ്പറേറ്റുകളും തമ്മിൽ നടക്കുന്നതും ഇതേ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കുകളുടെ നിയന്ത്രണത്തിനായുള്ള യുദ്ധം തന്നെയാണ്. സിസ്റ്റം പഴയത് തന്നെയാണ്, പക്ഷേ കളിക്കാർ മാത്രം മാറി.